ഇനി കായംകുളത്തേക്കാണ്. അവിടെ ചിറക്കടവത്ത് KSRTC ബസ് ഡിവൈഡറിൽ ഇടിച്ച് 20ഓളം യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ അപകടം. കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെയായിരുന്നു കൂടുതലും ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നിധിൻ തോമസ് വിവരങ്ങളുമായുണ്ട്. നിധിൻ, പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? ദിവീഷ്, നിലവിൽ ഈ പരിക്കേറ്റിരിക്കുന്നവർക്കെല്ലാം മുഖത്ത് മൂക്കിലും അതുപോലെ തന്നെ വായുടെ ഭാഗത്തായിട്ടാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇടിയുടെ ആഘാതം വളരെ കുറവായിരുന്നെങ്കിലും ഈ ഇടി നടന്ന സമയത്ത് ഇവരുടെ മുഖം ഫ്രണ്ടിലെ കമ്പിയിലേക്ക് വന്ന് ഇടിച്ചതാണ് ഇത്തരത്തിൽ മുഖത്ത് പരിക്കേക്കാൻ കാരണമായിരിക്കുന്നത്. ബസ്സിലുണ്ടായിരുന്ന 20ഓളം ആളുകൾക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇവരെല്ലാം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇവർ പലർക്കും സ്റ്റിച്ച് ഇടേണ്ടയൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. അത്തരത്തിൽ പ്രാഥമിക ചികിത്സ ഇപ്പോൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവസ്ഥ ഗുരുതരവോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ 20ഓളം പേർക്ക്, ഇത്രയും പേർക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്നും കായംകുളത്തേക്ക് വന്ന KSRTC ബസ്സാണ് ഇത്തരത്തിൽ ചിറക്കടവ് ഭാഗത്ത് വെച്ച് ഇടിച്ചത്. ഈ ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ പല ഭാഗങ്ങളിലും ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഡിവൈഡറിനെ മറികടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വാഹനത്തിന്റെ കൺട്രോൾ തെറ്റി ഈ ഡിവൈഡറിൽ പോയി ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ഈ ആളുകളെല്ലാം മുമ്പിലേക്ക് തെറിക്കുന്നത്. ഈ രാവിലെയായിരുന്നു ഈ സംഭവം, 9 മണിയോടെയായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ സ്കൂൾ കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ രാവിലെ ഓഫീസിലേക്ക് പോകുന്നവർ, അത്തരത്തിലുള്ള ആളുകളായിരുന്നു ബസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നത്. ഇവർക്കാണ് പരിക്കും പറ്റിയിരിക്കുന്നത്. ദിവേഷ്, ശരി. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. 20ഓളം യാത്രക്കാർക്ക്, ബസ് യാത്രക്കാർക്കാണ് ഡിവൈഡറിൽ ഇടിച്ച് ഉണ്ടായ അപകടത്തിൽ പരിക്ക് പറ്റിയത്.